ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ റവന്യൂ അക്കൗണ്ടിൽ ലൈഫ് ഫണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 62,21,310 രൂപീസാണ്. ഡേറ്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2026 ഇനി ഒരു കാര്യം പറയുന്നത്, ബിഫോർ ടേക്കിംഗ് ദ ഫോളോയിങ് ഇൻ കൺസിഡറേഷൻ, താഴെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് കൺസിഡർ ചെയ്യുന്നതിന് മുൻപുള്ള ലൈഫ് ഫണ്ടിൻ്റെ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് എന്നുള്ളത് നോക്കാം. ഈ ഐറ്റംസ് ഓരോന്ന് വായിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുക, അത് റെസിപ്റ്റ് ആണോ, റവന്യൂ റെസിപ്റ്റ് ആണോ, റവന്യൂ പേയ്മെൻ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി വരിക. അതപ്പോൾ തന്നെ റവന്യൂ റെസിപ്റ്റ് ആണെങ്കിൽ R എന്നൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, പേയ്മെൻ്റ് ആണെങ്കിൽ P എന്നൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യമേ നോക്കാം, ക്ലെയിംസ് കവേർഡ് അണ്ടർ റീ ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ കവർ ചെയ്തിട്ടുള്ള ക്ലെയിം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു ഇൻകമാണ്, റെസിപ്റ്റാണ്. ഓക്കെ, അപ്പോൾ R എന്ന് മാർക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഐറ്റം, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഈ ഒരു ഐറ്റം കോൺട്രാ ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻകം ആസ് വെൽ ആസ് എക്സ്പെൻസസ്. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ ഇൻകം ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ബോണസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അതേപോലെ തന്നെ നമ്മളത് പ്രീമിയത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രീമിയം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് പ്രീമിയം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻകമാണ്. സോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ റെസിപ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യണം, പേയ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നോക്കാം, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റിയിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. സോ അത് റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, റവന്യൂ റെസിപ്റ്റ് ആണ്. ഇനി അടുത്തത് നോക്കാം, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് പറയുന്നത് ഇൻകം ആണ്. അപ്പോൾ അതിൽ ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നതും നമ്മൾ ഇൻകം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അതും റവന്യൂ റെസിപ്റ്റ് ആണ്. ഇനി ലാസ്റ്റത്തെ ഐറ്റം നോക്കാം, ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. കമ്പനി ക്ലെയിംസ് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനായിട്ടും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ കമ്പനിയുടെ എക്സ്പെൻസസ് ആണിത്. ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. സോ ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും ഇത് തന്നെയായിരിക്കും, പേയ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് റവന്യൂ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ലൈഫ് ഫണ്ട് കൊടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കാൽക്കുലേഷൻ ഓഫ് ലൈഫ് ഫണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ലൈഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഓക്കെ, ആ ഒരു ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ ആ എമൗണ്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൻ്റെ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 62,21,310. ഇനി അതിനോടൊപ്പം എന്ത് ചെയ്യണം, റവന്യൂ റെസീപ്റ്റ് അതായത് ആ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻകം എല്ലാം തന്നെ ആഡ് ചെയ്യുക. ഇൻകമായിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്, ക്ലെയിംസ് കവേർഡ് ഉണ്ട്, റീ ഇൻഷുറൻസ് ഉണ്ട്, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 4,500, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റീസ് 8,260, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് 5,410. ഇതെല്ലാം കൂടി ലൈഫ് ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പം നമുക്ക് 62,51,480 എന്ന് പറയുന്ന എമൗണ്ടാണ് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കമ്പനിയുടെ പേയ്മെൻറ്റ്, റവന്യൂ പേയ്മെൻറ്റ് ഏതൊക്കെയാണോ നോക്കുക, ആ പേയ്മെൻറ്റ് ഇതിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് പേയ്മെൻറ്റാണ് വരുന്നത്. ഒന്ന് ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 4,500, ആ എമൗണ്ട് ലെസ് ചെയ്യുക. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്, അതായത് ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് 26,500. ഈ രണ്ട് പേയ്മെൻറ്റുകളും എന്ത് ചെയ്യുക, ടോട്ടൽ ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസ് ചെയ്യുന്ന സമയത്ത് 62,20,480 എന്ന് പറയുന്ന എമൗണ്ടാണ് കിട്ടുന്നത്. ഇതാണ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. ആദ്യമേ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൻ്റെ എമൗണ്ട്, ക്ലോസിംഗ് എമൗണ്ട് എത്രയാണെന്ന് നോക്കുക, അതിനോടൊപ്പം റെസീപ്റ്റ്സ് ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് എന്തൊക്കെയാണോ അത് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് എന്ത്, ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്.